നമ്മളെല്ലാവരും കാത്തിരുന്നിട്ടുള്ള BSF HCM അതുപോലെ തന്നെ ASI പോസ്റ്റിന്റെ പരീക്ഷ നടക്കാനായിട്ട് പോവുകയാണ്. ഒരുപാട് ഉദ്യോഗാർത്ഥികൾ ഇതിന്റെ പരീക്ഷ ക്യാൻസൽ ചെയ്യുമോ എന്നുള്ള കാര്യത്തിൽ ആശങ്ക പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ഞാൻ അന്നേ പറഞ്ഞതാണ് എക്സാം ക്യാൻസൽ ചെയ്യത്തില്ല എന്നും അതുപോലെ SSC GD പരീക്ഷ കഴിഞ്ഞാൽ ഇതിന്റെ അപ്ഡേറ്റ് വരാൻ സാധ്യതയുണ്ടെന്നും. കാരണം CISFന്റെ ഫയർമാൻ തുടങ്ങിയ മറ്റ് പോസ്റ്റുകളും ഉണ്ട്. അപ്പോൾ അതിൽ ഏതെങ്കിലും ഒന്നായിരിക്കും നടക്കുക എന്നുള്ള കാര്യവും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായാലും അപ്ഡേറ്റ് അതിന് ശേഷം വരുമെന്നുള്ള കാര്യവും നമ്മുടെ വാട്സപ്പ് ചാനലിലൂടെയും പിന്നെ നമ്മുടെ കമൻറ്റ് ബോക്സിലൊക്കെ ചോദിക്കുന്നവർക്ക് റിപ്ലൈ ആയിട്ട് ഞാനത് കൊടുത്തിട്ടുണ്ടായിരുന്നു. തീർച്ചയായിട്ടും അത് ചോദിച്ചവർക്ക് റിപ്ലൈ കിട്ടിയവർക്ക് ഓർമ്മയുണ്ടാവും. അപ്പോൾ എന്തായാലും പുതിയൊരു അപ്ഡേറ്റ് കൂടി നമ്മുടെ BSF HCM ASIൻ്റെ വളരെ സന്തോഷം തരുന്ന വാർത്തയാണ്. എക്സാമിനേഷൻ ഡേറ്റ് അനൗൺസ് ചെയ്തുകൊണ്ടുള്ള BSF HCM ASI പോസ്റ്റിൻ്റെ അപ്ഡേറ്റ് ആണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. നമുക്കറിയാവുന്നതാണ് BSF HCM എന്ന് പറയുന്നത് BSF നോഡൽ ഏജൻസി ആയിട്ട് വർക്ക് ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. മെയിനായിട്ട് ഇതിൽ ഒരുപാടധികം പോസ്റ്റുകൾ, ഫോർ എക്സാമ്പിൾ നമ്മുടെ CRPF, CISF, BSF തുടങ്ങിയിട്ടുള്ള എല്ലാ പോസ്റ്റുകളും ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. അതിൻ്റെ മിനിസ്റ്റീരിയൽ ജോബിലേക്കുള്ള നോട്ടിഫിക്കേഷൻ ആയിരുന്നു മുൻപ് വിളിച്ചത്. ഒരുപാട് പ്രതീക്ഷയോട് കൂടിയാണ് എല്ലാവരും അപ്ലൈ ചെയ്തിട്ടും ഉണ്ടായിരുന്നത്. സോ എന്തായാലും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നതാണ് അതിൻ്റെ പുതിയൊരു അപ്ഡേറ്റ് കൂടി വന്നിരിക്കുകയാണ്. സോ ഇവിടെ പറയുന്ന അപ്ഡേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ BSF HCM അതുപോലെ തന്നെ ASI പോസ്റ്റിലെ കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ നടക്കാനായിട്ട് പോവുകയാണ്. റിട്ടൺ എക്സാമിനേഷൻ കമ്പ്യൂട്ടർ ബേസ്ഡിലാണ്. ഫോർ നമ്മുടെ ഓൺഗോയിങ് റിക്രൂട്ട്മെൻ്റ് ആയിരുന്നു. വാരിയസ് പോസ്റ്റിലേക്കുള്ള നോൺ GD പോസ്റ്റിലേക്കുള്ള നമ്മുടെ BSFൻ്റെ ASI സ്റ്റെനോഗ്രാഫർ അതുപോലെ തന്നെ ആൻഡ് HCM മിനിസ്റ്റേറിയൽ, അതായത് ഹെഡ് കോൺസ്റ്റബിൾ മിനിസ്റ്റേറിയൽ ഇൻ CAPF ആൻഡ് ആസാം റൈഫിൾസ് പോസ്റ്റിലേക്ക് അഡ്വർടൈസ്മെൻറ്റ് ഇയർ എന്ന് പറയുന്നത് 2024 ആ സമയത്ത് എനിക്ക് പറയാനുള്ളത് 2024 വിളിച്ചൊരു നോട്ടിഫിക്കേഷനാണിത്. സോ 2024-25 ഏകദേശം 26 1.5 വർഷത്തിൻ്റെ മുകളിൽ തന്നെ ഇതിൻ്റെ ഒരു ഗ്യാപ്പ് വന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും നോട്ടിഫിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യാനായിട്ട്. മാത്രമല്ല ഈ പോസ്റ്റ് നല്ല അടിപൊളി മികച്ച പോസ്റ്റും കൂടിയാണ്. ഇതിനെക്കുറിച്ച് കൂടുതൽ നമ്മൾ മുമ്പ് സംസാരിച്ചിട്ടുണ്ട്. പോസ്റ്റിൻ്റെ ബെനിഫിറ്റും കാര്യങ്ങളും എല്ലാം നമ്മൾ മുമ്പേ സംസാരിച്ചതാണ്. ഇനി ഈ അപേക്ഷ ഈയിടെ ഉണ്ടാവുമെന്ന് പലരും ചോദിക്കാൻ സാധ്യതയുണ്ട്. അടുത്തൊന്നും ഉണ്ടാകാൻ സാധ്യതയില്ല. വരുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ അപ്ഡേറ്റ് ചെയ്യുകയും ചെയ്യുന്നതായിരിക്കുമെന്ന് ശ്രദ്ധിച്ചിരിക്കുക. അതുപോലെ തന്നെ പ്രത്യേകം പറയാനുള്ള മറ്റൊരു കാര്യമാണ്, ഇതിൻ്റെ ഫിസിക്കൽ കഴിഞ്ഞിട്ട് കുറച്ചധികം സമയം ഉണ്ടായിരുന്നു. ഫിസിക്കൽ കഴിഞ്ഞിട്ട് ഒരുപാട് നാളുകളായി. ഫിസിക്കലും കഴിഞ്ഞിട്ട് 1 വർഷത്തിൻ്റെ ഗ്യാപ്പിൻ്റെ ഇടയിലായിട്ട് ഫിസിക്കൽ കഴിഞ്ഞിട്ട് അങ്ങനെ ഒരു ടൈം ഗ്യാപ്പും കൂടി വന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും അതിൻ്റെ എക്സാമിനേഷൻ ഡേറ്റ് ഇവിടെ പബ്ലിഷ് ചെയ്യുക നമുക്കിവിടെ കാണാൻ സാധിക്കുന്നതാണ്. ഈ ഒരു പോസ്റ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള റിട്ടൺ എക്സാമിനേഷൻ CBT ആണ്. കാൻഡിഡേറ്റ് ഹു ഹാവ് ക്വാളിഫൈഡ് ദി ഫസ്റ്റ് ഫേസ്, അതെന്ന് പറയുന്നത് ഓൺ ഗോയിങ് റിക്രൂട്ട്മെൻറ്റ് PET PST ക്വാളിഫൈ ചെയ്തിട്ടുള്ളവർക്ക്. നോൺ GD ആണ്, ജനറൽ ഡ്യൂട്ടി അല്ല എന്ന് ശ്രദ്ധിച്ചിരിക്കുക. GD പോസ്റ്റ് അല്ല ഇത്. യൂണിഫോം ഒക്കെ ഉണ്ടാകും, പക്ഷേ GD അല്ല എന്ന് ശ്രദ്ധിച്ചിരിക്കുക. മിനിസ്റ്റീരിയൽ ജോബാണ്. അത് തന്നെയാണ് ഈ ഒരു ജോബിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. GD പോസ്റ്റ് അല്ല, ജനറൽ ഡ്യൂട്ടി അല്ല എന്നുള്ളൊരു കാര്യം കൂടി ശ്രദ്ധിച്ചിരിക്കുക. ഒരു ബെനിഫിറ്റ് തന്നെയാണ് ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം. അപ്പം BSF ആൻഡ് ASI സ്റ്റെനോ മിനിസ്റ്റീരിയൽ പോസ്റ്റിലേക്കുള്ള CAPF അതുപോലെ തന്നെ AR ആസാം റൈഫിൾസ് ഇയർ അഡ്വർടൈസ്മെൻറ്റ് അതിൻ്റെ 2024 നോട്ടിഫിക്കേഷൻ്റെ എക്സാമിനേഷൻ നടക്കാനായിട്ട് പോകുന്നുണ്ടെന്നുള്ളൊരു കാര്യം തന്നെയാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. കൃത്യമായി പറയുകയാണെങ്കിൽ ടെൻറ്റേറ്റീവ് സ്കെഡ്യൂളാണ്, എക്സാമിനേഷൻ്റെ സ്കെഡ്യൂളാണ്. 1 സെപ്റ്റംബർ 2026 മുതൽ ഓൺവേർഡ്സ് ആ ഒരു ടൈം മുതൽ നമുക്ക് എന്ത് ചെയ്യും, എക്സാമിനേഷൻ നടത്താനായിട്ട് പോകുക എന്ന് പറയുന്നുണ്ട്. പിന്നെ എക്സാക്ട് ഡേറ്റ് വിൽ ബി പബ്ലിഷ് ത്രൂ BSF ഒഫീഷ്യൽ വെബ്സൈറ്റ് എന്നും കൂടി പറയുന്നുണ്ട്. ഒഫീഷ്യൽ വെബ്സൈറ്റിൽ മാത്രമേ നിങ്ങൾ റിലേ ചെയ്യേണ്ട അല്ലെങ്കിൽ വിശ്വസിക്കേണ്ട കാര്യമുള്ളൂ. ദർ ആർ സെർവൽ ഫേക്ക് ന്യൂസ്, ഒരുപാട് ഫേക്ക് ന്യൂസുകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. സോ അതിലൊന്നും ഡിപ്പെൻഡ് ചെയ്യാതിരിക്കുക. എന്തായാലും നമ്മളും വരുന്ന സമയത്ത് കൃത്യമായിട്ടുള്ള അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. ഇതിനു മുമ്പ് ഒരുപാട് ഫേക്ക് ന്യൂസ് ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒഫീഷ്യലായിട്ട് തോന്നിക്കുന്ന രീതിയിൽ പിന്നെ എക്സാം നടത്തില്ല, ക്യാൻസൽ ചെയ്യുന്നു, എക്സാം നാളെ, ഇങ്ങനെ പല രീതിയിൽ ഫേക്ക് ന്യൂസ് വന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ അന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതൊന്നും വിശ്വസിക്കേണ്ട, ഒഫീഷ്യലായിട്ട് വരുമ്പോൾ കൃത്യമായിട്ട് നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നത്. ഇത് വന്ന ഉടനെ ഇന്നലെ തന്നെ നമ്മൾ നമ്മുടെ വാട്സപ്പ് ചാനലിലൊക്കെ ഇതിൻ്റെ അപ്ഡേറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. സോ നിങ്ങൾ വാട്സപ്പ് ചാനലിൽ അംഗമാകാൻ താല്പര്യമുണ്ട്, വാട്സപ്പ് ചാനലിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതിന് പഠിക്കാൻ ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽ, എക്സാം ആണല്ലോ വരുന്നത്, പഠിക്കാൻ ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ബാച്ച് 1ൻ്റെ മെറ്റീരിയലാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. അതായത് ഇതിൻ്റെ സെക്കൻഡ് ഫേസ് കൂടി, എക്സാം എടുക്കുമ്പോൾ സെക്കൻഡ് ഫേസ് കൂടി നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നതായിരിക്കും. താല്പര്യമുള്ളവർക്ക് താഴെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, കമൻറ്റ് ബോക്സിലും അതുപോലെ ഡിസ്ക്രിപ്ഷനിലും ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അവിടെ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്ത് പർച്ചേസ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. സെക്കൻഡ് ഫേസ് ഉടനെ വരുമെന്നും കൂടി പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക. അത് കണക്ട് ചെയ്ത് പഠിക്കാനും ഇതിൻ്റെ കൂടെ വോയിസ് ക്ലിപ്പും കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് അവിടെ ലഭിക്കുന്നതായിരിക്കും. താല്പര്യമുള്ളവർക്ക് പർച്ചേസ് ചെയ്യാം. അപ്പോൾ എന്തായാലും എക്സാമിനേഷൻ നടക്കാനായിട്ട് പോവുകയാണ്. എക്സാമിനേഷൻ കഴിഞ്ഞിട്ടാണ് നമുക്ക് സ്കിൽ ടെസ്റ്റ് വരുന്നത്. സ്കിൽ ടെസ്റ്റ് എന്ന് പറയുമ്പോൾ സ്റ്റെനോഗ്രാഫിക്ക് ആണെങ്കിൽ സ്റ്റെനോഗ്രാഫി അറിഞ്ഞിരിക്കണം എന്നുള്ളത് നമ്മൾ അന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സ്റ്റെനോഗ്രാഫി ടെസ്റ്റ് ചെയ്യുന്നതായിരിക്കും. ഹെഡ് കോൺസ്റ്റബിൾ മിനിസ്റ്റീരിയൽ ആണെങ്കിൽ ടൈപ്പിംഗ് അറിഞ്ഞിരിക്കണം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ടൈപ്പിംഗ് സ്പീഡൊക്കെ നോക്കുന്നതായിരിക്കും, ടൈപ്പിംഗ് ടെസ്റ്റ് ചെയ്യുന്നതായിരിക്കും എന്നും കൂടി ശ്രദ്ധിക്കുക. സോ ബാക്കിയുള്ള അപ്ഡേറ്റ് ഇതിൻ്റെ വരുന്ന സമയത്ത് കൃത്യമായിട്ട് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മാക്സിമം സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യാനും മറക്കേണ്ട.